ക്രിക്കറ്റിൽ മത്സരത്തിന്റെ സ്കോറിങ്ങിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഫാക്ടറുകളിൽ ഒന്നാണ് പിച്ച്. ഒരു പിച്ച് എങ്ങനെയാണ് എന്നതാണ് ആ മത്സരത്തിന്റെ ടീം കോമ്പിനേഷനെ പോലും സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ മത്സരങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്ന പിച്ചുകളെ പറ്റി നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്പർ 1, ഡെഡ് അഥവാ ഫ്ലാറ്റ് ട്രാക്ക്. ഗ്രാസോ മോയ്സ്ചറോ ഇല്ലാത്ത പിച്ചുകളെയാണ് ഡെഡ് പിച്ച് അഥവാ ഫ്ലാറ്റ് ട്രാക്ക് എന്ന് വിളിക്കുന്നത്. റോളർ കണ്ടിന്യൂസ് ആയി ഉപയോഗിച്ചാണ് പിച്ചിലെ ഗ്രാസും മോയ്സ്ചറും കളയുന്നത്. ബൗളേഴ്സിന് കാര്യമായ സപ്പോർട്ടില്ലാതെ ബാറ്റേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നു എന്നതാണ് ഈ ട്രാക്കിന്റെ പ്രത്യേകത. പൊതുവെ ലിമിറ്റഡ് ഓവർ മത്സരങ്ങൾക്ക് വേണ്ടിയാണ് ഈ രീതിയിലുള്ള പിച്ചുകൾ പ്രിഫർ ചെയ്യുക, പ്രത്യേകിച്ച് T20 മത്സരങ്ങൾക്ക് വേണ്ടി. ടെസ്റ്റ് മാച്ചിന് ഒട്ടും യോജിച്ച പിച്ചുകളല്ല ഇത്. പാകിസ്ഥാനിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ ഈ രീതിയിലുള്ള പിച്ചുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അവിടുത്തെ പിച്ചുകൾക്ക് ഡീമെറിറ്റ് പോയിന്റ് വരെ ICC കൊടുത്തിരുന്നു. നമ്പർ 2, ഗ്രീൻ ടോപ്പ് അഥവാ ഗ്രീൻ പിച്ചസ്. ഫാസ്റ്റ് ബോളേഴ്സിന്റെ ഡ്രീം ട്രാക്കാണ് ഗ്രാസ് കവറുള്ള പിച്ചുകൾ. ഗ്രീനിഷ് ആയ ഇത്തരം ട്രാക്കുകളിൽ നിന്ന് ഓഫ് ദ പിച്ച് സീം മൂവ്മെന്റ് കണ്ടെത്താൻ ബൗളേഴ്സിന് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ട്രാക്കുകളിൽ ബൗൺസും സ്വിംഗും ജഡ്ജ് ചെയ്യാൻ ബാറ്റേഴ്സിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന പിച്ചുകൾ മെയിനായിട്ട് ഈ കാറ്റഗറിയിൽ പെടുന്നവയാണ്. ടെസ്റ്റ് മാച്ചിന് പെർഫെക്റ്റ് ആണ് ഈ ട്രാക്ക്. പക്ഷേ സ്പിന്നേഴ്സിന് പിച്ചിൽ നിന്നും ഗ്രിപ്പ് ലഭിക്കില്ല എന്നൊരു കുഴപ്പം ഇവിടെയുണ്ട്. നമ്പർ 3, ഡസ്റ്റി പിച്ചസ്. സോഫ്റ്റ്നെസ് ആണ് ഡസ്റ്റി പിച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. റോളർ കാര്യമായി ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. അതുകൊണ്ട് തന്നെ പന്ത് പിച്ചിൽ നന്നായി ഗ്രിപ്പ് ചെയ്യുന്നു. സ്പിന്നേഴ്സ് ആണ് ഇത്തരം ട്രാക്കുകളിൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ സബ് കോണ്ടിനെന്റ് കണ്ടീഷൻസിൽ കിട്ടുന്ന പിച്ചുകൾ ഇത്തരത്തിലുള്ളവയാണ്. ഈ കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ നടക്കുന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ സ്പിന്നേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇനീഷ്യൽ ബൗൺസും ടേണും ജഡ്ജ് ചെയ്യാൻ ബാറ്റേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്നുവെങ്കിലും സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ഇന്നിംഗ്സ് കളിക്കാൻ പറ്റുന്ന പിച്ചുകൾ കൂടിയാണിത്.